ഇവിടെ തന്നെ 4 മാസം മുൻപാണ് ഈ കുട്ടി ഈ സ്കൂളിൽ വന്ന് ചേരുന്നത്. ഇതിനു മുൻപ് മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അപേക്ഷാ ഫോമിനോടൊപ്പമുള്ള പ്രോസ്പെക്ടസ് പരിശോധിച്ചാൽ വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 4 മാസം കുഴപ്പമില്ലാതെ പോയി. പിന്നീട് ഈ തട്ടം ധരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം സ്കൂൾ മാനേജ്മെന്റ് തള്ളുന്നു. അതുവരെ വളരെ കറക്റ്റാണ്. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ വർഗീയവാദ പ്രൊജക്റ്റിന്റെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ വിശദീകരിക്കാം. നമുക്ക് വ്യക്തതയില്ല, അന്വേഷിക്കുകയാണ് വേണ്ടത്. ഭാരതീയ ന്യായ സംഹിതയിൽ അതിനുള്ള വകുപ്പുകളുണ്ട്. അതുപ്രകാരം എനിമിറ്റി ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്താം. അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ടോ എന്നും വേണമെങ്കിൽ അന്വേഷിക്കാം. വലിയ വെറുപ്പ്, വിദ്വേഷം, വിഭജനം, മുറിവ് കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഉണ്ടാകുന്നു. ബഹിഷ്കരണാഹ്വാനത്തിലേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിൽ ഇതിനു മുൻപില്ലാത്ത വിധം വെറുപ്പ് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് ഗുണകരമാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആവശ്യം 4 മാസത്തിന് ശേഷമാണെങ്കിൽ അങ്ങനെ അപേക്ഷാ ഫോമിന്റെ സമയത്ത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അംഗീകരിച്ചല്ലേ അഡ്മിഷൻ എടുത്തത്. പിന്നീട് അങ്ങനെ 4 മാസത്തിന് ശേഷം ഈ ചോദ്യം വന്നു, ആവശ്യം മുന്നോട്ട് വെക്കുന്നു, തള്ളുന്നു. അതുവരെ കറക്റ്റാണ്. പിന്നീട് സംഭവിച്ചത് എന്താണ്? അവിടെ ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പുറത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ട പിതാവല്ലാത്ത ഒരാൾ ആരാണ്? ആ വ്യക്തിക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ് എന്താണ്?